നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഫെബ്രുവരി മാസം കഴിഞ്ഞു. മന്ത്ലി എക്സ്പയറീസ് എല്ലാം തന്നെ എക്സ്പയർഡായി. നിഫ്റ്റിയും ഫ്യൂച്ചറും സ്റ്റോക്കിൻ്റെ എല്ലാം തന്നെ ഫ്യൂച്ചറും ഓപ്ഷനും എല്ലാം തന്നെ എക്സ്പയറായി. ഈ ഒരു ഫെബ്രുവരി മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 23,500 മുകളിലായിരുന്നു ഈ ഒരു മാസം ആദ്യം നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഒരു മാസം കൊണ്ട് 22,500, അതായത് 1000 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് കണ്ടു. നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കൃത്യമായിട്ട് 5 ദിവസം തുടർച്ചയായ 5 ദിവസം നിഫ്റ്റി മന്ത്ലി അടിസ്ഥാനത്തിൽ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെയിം പാറ്റേൺ ഇതിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പരിസരത്തൊന്നും ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ കാണാൻ സാധിക്കില്ല. തുടർച്ചയായിട്ട് 5 മാസം ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരവസ്ഥ ഈവൻ കൊറോണ സമയത്ത് പോലും ഉണ്ടായിട്ടില്ല. 3 മാസം മാത്രമാണ് നിഫ്റ്റി കൊറോണ സമയത്ത് മന്ത്ലി അടിസ്ഥാനത്തിൽ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു പാറ്റേൺ ഇപ്പോൾ തന്നെ നിങ്ങൾ നിഫ്റ്റിയിൽ നോക്കുക. അടുത്തൊന്നും ഞാൻ കണ്ടില്ല ഈ തരത്തിലുള്ളൊരു പാറ്റേൺ. എനിവേ, നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ആയിരുന്നെങ്കിൽ കൂടിയും അവസാന സമയത്ത് ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. നിഫ്റ്റി ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഫിനാൻഷ്യൽ കമ്പനീസെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ നമ്മളുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് എല്ലാ മാസത്തിലും ആദ്യം വരും. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് തന്നെ ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്തി, മാരുതിയും ഇടിവ് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ്, SBI, ഹീറോ മോട്ടോകോർപ്പ് എല്ലാം തന്നെ 52 വീക്ക് ലോയിലാണ് ഉള്ളത്. ഇന്ത്യയിലെ ബ്ലൂ ചിപ്പ് കമ്പനികളാണ് ഇപ്പോൾ 52 വീക്ക് ലോയിൽ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ബാങ്കിങ് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു ചെറിയൊരു റിലീഫ്, അതായത് ഇന്ന് എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയും എസ്പെഷ്യലി ഫിൻ നിഫ്റ്റി എല്ലാം തന്നെ ഒരു റാലി ഉണ്ടാവാൻ, റാലി എന്ന് പറയാൻ സാധിക്കില്ല, ഫിൻ നിഫ്റ്റിയൊക്കെ ഒരു 130 പോയിൻറ്റിൻ്റെ ഒക്കെ ഒരു ഗെയിൻ രേഖപ്പെടുത്തി. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പരിധി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻ RBI ഇളവ് രേഖപ്പെടുത്തി. L&T ഫിനാൻസ്, ശ്രീരാം ഫിനാൻസ്, RBL ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി തുടങ്ങിയ കമ്പനീസ് സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മളുടെ റിയാലിറ്റി മേഖലയും ഒരു നല്ല രീതിയിലൊരു കറക്ഷൻ രേഖപ്പെടുത്തി. ഇന്നും പ്രസ്റ്റീജ് മാത്രം 5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, അൾട്രാടെക് സിമെൻറ്റ് കമ്പനി അവർ ഇലക്ട്രിക്കൽ വയർ നിർമ്മാണത്തിലേക്ക് കമ്പനി കടന്നു വരികയാണ്. ഇതിന് വേണ്ടിയിട്ട് കമ്പനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറെല്ലാം തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം കാരണം ഇന്ന് നിലവിൽ ഈ ഒരു ഇലക്ട്രിക്കൽ വയറിൻ്റെ ബിസിനസ് ചെയ്യുന്ന കമ്പനീസിൻ്റെ എല്ലാ കമ്പനീസിൻ്റെയും കൂടി മാർക്കറ്റ് ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ 33,000 കോടി, അഥവാ 3.8 ബില്യൺ ഒരു സിംഗിൾ ഡേ കൊണ്ട് വൈപ്പ് ഔട്ടായി പോയി. പോളിക്യാപ്പ്, KEI ഇൻഡസ്ട്രീസ്, ഫിനോലെക്സ്, RR കേബിൾ തുടങ്ങിയ കമ്പനീസാണ് വലിയ രീതിയിൽ ഇന്ന് കറക്ഷൻ രേഖപ്പെടുത്തിയത്. അൾട്രാടെക് സിമെൻറ്റ് എന്ന് പറയുന്നത് ലീഡിങ് സിമെൻറ്റ് നിർമ്മാണ കമ്പനിയാണ്. വലിയ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അവരൊരു സമാനമായിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ നെറ്റ്വർക്ക് പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിലവിലുള്ള ഈ കമ്പനീസിന് വലിയൊരു ക്ഷീണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ, മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.83% ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. സെഞ്ചുറി ഇൻക എന്ന് പറയുന്ന കമ്പനീസും 10% ഇടിവ് രേഖപ്പെടുത്തി. കമ്പനിയുടെ ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയും അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡെക്സിനേക്കാളും കുറച്ചും കൂടിയും കൂടുതൽ മിഡ് ക്യാപ്പ് ഏകദേശം 0.8% ഒരു ഇടിവുണ്ടായിട്ടുള്ളത്. ബജാജ് ഓട്ടോയും 3% ഇടിവ് രേഖപ്പെടുത്തി. ഓട്ടോ ഇൻഡെക്സ് ശക്തമായിട്ടുള്ളൊരു 2% അടുത്ത് ഓട്ടോ ഇൻഡെക്സ് മാത്രം ഇടിവ് രേഖപ്പെടുത്തി. മാരുതിയുടെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സെബിയുടെ നിലവിലുള്ള ചെയർപേഴ്സൺ ഫെബ്രുവരി 28 വരെയാണ് കാലാവധി. പുതിയ ചെയർപേഴ്സൺ അതിനുശേഷം നിയമിതനാവുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനെതിരെ ഡൊണാൾഡ് ട്രംപ് താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ കൊണ്ടുവരുമെന്നുള്ള ഒരു വാർത്ത കൊണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ വലിയ തോതിലൊരു ഇടിവുണ്ട്. ജർമ്മൻ എല്ലാം തന്നെ ഏകദേശം 1% ഇടിവ് രേഖപ്പെടുത്തി. ഫ്രാൻസ് മാർക്കറ്റും ഇടിവ് രേഖപ്പെടുത്തി. പക്ഷേ ജർമ്മൻ മാർക്കറ്റൊക്കെ ഓൾ ടൈം ഹൈ ആണ്, അവർക്ക് ഇടിയാം. അതുപോലെയല്ല ഇന്ത്യൻ മാർക്കറ്റ്, ഓൾമോസ്റ്റ് 14% അടുത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രംപിൻ്റെ ഒരു താരിഫ് ഹൈക്കുകൾ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ബിറ്റ്കോയിനെയാണ്. ബിറ്റ്കോയിനെല്ലാം തന്നെ 4-ാം ദിവസം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തി. $86,000 പെർ ഔൺസ് എന്ന നിലയിൽ ബിറ്റ്കോയിൻ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 1,00,000 രൂപയൊക്കെ, $1,00,000 കവിഞ്ഞിരുന്നു നമ്മുടെ ബിറ്റ്കോയിൻ. ഇനി റെയിൽവേ സ്റ്റോക്കുകളായിട്ടുള്ള ടിറ്റഗ്രാഹ് റെയിലിനൊക്കെ പുതിയ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ കർണസ്
മൈക്രോസിസ്റ്റം കമ്പനി ഇന്ന് 4% അപ്സൈഡ് രേഖപ്പെടുത്തി. സ്റ്റോക്കും ഇന്ന് 325 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഗോൾഡ് ഒരു സെല്ലിംഗ് പ്രഷറിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാരണം GDP ഡേറ്റ US-ൽ നിന്ന് ഇന്ന് വൈകിട്ട് 7 മണിക്ക് വരും. ഇന്ത്യയുടെ GDP ഡേറ്റ വെള്ളിയാഴ്ച ദിവസം 4 മണിക്ക് വരും. അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാന ഇവൻറ്റ് ഇത് രണ്ടുമായിരുന്നു, ഇന്ത്യയുടെ GDP ഡേറ്റയും US-ലെ GDP ഡേറ്റയും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണുമ്പോൾ യൂറോ ഡാക്സ്, അതായത് ജർമ്മൻ മാർക്കറ്റ് 200 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തി. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ മിക്സ്ഡ് ആയ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ $86,000 അതിന് താഴെ ബ്രന്റ് ഓയിൽ $72 പെർ ബാരൽ. തൊട്ട് താഴെ ഗോൾഡും $26 ഇടിവ് രേഖപ്പെടുത്തി $2,889 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 2.64% ഒരു ഇടിവ് കണ്ടത് മാത്രമാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ. ഇനി US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനികൾ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സും ഇന്ത്യയിലും ഡ്രസ്സിലും എല്ലാം തന്നെ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. അതായത് US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനീസിൻ്റെ എല്ലാം തന്നെ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ അവരുടെ പ്രകടനം, നിലവിലുള്ള പ്രകടനം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ചായിരിക്കാം മോസ്റ്റ്ലി US മാർക്കറ്റുകളെല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെടാം. അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റിനാണ് ഇപ്പോൾ പ്രശ്നം. കാരണം യൂറോപ്യൻ സൈഡിലേക്ക്, യൂറോപ്യൻ യൂണിയനിലേക്ക് ട്രംപ് താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ന്യൂസാണ് യൂറോപ്യൻ മാർക്കറ്റ് പിടിക്കാനായിട്ടുള്ള കാരണം. നിഫ്റ്റി അവസാനത്തെ ഒരു ഹാഫ് ആൻ അവറിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടു. എല്ലാ ക്യാൻഡിലും റെഡായിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻറ്റുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് പറ്റിയിട്ടില്ല. വന്നു നിഫ്റ്റിയുടെ ലെവലുകളെല്ലാം തന്നെ ഒരു 4 മാസം മുമ്പൊക്കെ നിഫ്റ്റി ഇത്രമാത്രം കറക്ഷൻ രേഖപ്പെടുത്തും എന്നൊക്കെ ഉള്ള ഒരു കമൻറ്റ് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് വിശ്വസിക്കുമായിരുന്നില്ല. കാരണം അത്ര അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഇനിയും ഫർദറായിട്ട് റാലി രേഖപ്പെടുത്തും എന്നുള്ളൊരു ചിന്തയിൽ, ആ ഒരു വിശ്വാസത്തിലെല്ലാം തന്നെ മാർക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ബൈ ചെയ്ത ആളുകൾ, പല സ്റ്റോക്കുകളുടെയും ഏറ്റവും ടോപ്പിലൊക്കെ ബൈ ചെയ്ത ആളുകൾക്ക് ഇതൊരു കാത്തിരിപ്പാണ്. വീണ്ടും മാർക്കറ്റ് സ്വാഭാവികമായ രീതിയിൽ തിരികെ എത്തും. പക്ഷേ തിരികെ എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുവരെ നമ്മൾ ക്ഷമയോടെ മാർക്കറ്റിൽ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ ഒരു ന്യൂസിൻ്റെ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു പാറ്റേൺ, അതൊരു അൺയൂഷ്വൽ പാറ്റേൺ തന്നെയാണ്. ഇത്രയും FIസിൻ്റെയും സെല്ലിങ്ങും അത് അൺയൂഷ്വൽ തന്നെയാണല്ലോ. കഴിഞ്ഞ വർഷം 3 ലക്ഷം കോടി, ഈ വർഷം മാത്രം ഏകദേശം ഒരു 1.5 lakh crores ഒക്കെ അടുത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും ഒരു അൺയൂഷ്വലാണ്. അപ്പോൾ FIസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അൺയൂഷ്വൽ ആക്ടിവിറ്റീസ് കണ്ടപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോം ചെയ്തു. FIസ് തിരികെ വരാണെങ്കിൽ ഇതെല്ലാം തന്നെ മാറും. FIസ് തിരികെ വരുമോ ഇല്ലെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം അത് US ബേസ് ചെയ്തിട്ടുള്ള, യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള വലിയ കമ്പനീസാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടേഴ്സ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള അനാലിസിസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പരിമിതികളുണ്ട്. എനിവേ നമുക്ക് ഒഴുക്കിനോടൊത്ത് പോവുക എന്നുള്ളതാണുള്ളത്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.